അത് വളരെ വളരെ പെട്ടെന്നായ പദ്ധതി വരുന്നത്. ഏത് മനുഷ്യനും പറ്റും. ഇത്രയൊക്കെ പോരെ? കഥ ഏതാണ്ട് മനസ്സിലായില്ലേ? കഥ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇത് വളരെ വിശദമല്ല. അപ്പോ ഭാവഭാവന വസ്തുക്കളെ ഓർക്കുന്നവനും നിദ്രിത അഭി ഉറങ്ങുന്നവനെങ്കിലും ബോധിത ഇവ ഉണർന്നിരിക്കുന്നവനെ പോലെയുള്ളവനും ആണോ? സഹ അവൻ ഹി തീർച്ചയായും ക്ഷീണസംസ്മരണ ഭവതി വിഷയവാസന മുക്തൻ ആകുന്നു. ഇപ്പൊ സ്വതേ വാസനാശൂന്യനും അബദ്ധത്തിൽ മാത്രം വസ്തുക്കളെ ഓർക്കുന്നവനും നിദ്രാധീനനെങ്കിലും ഉണർന്നിരിക്കുന്നവനുമായ അവൻ യഥാർത്ഥത്തിൽ വിഷയവാസനാമുക്തനാകുന്നു. ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ടും ഞാൻ മുക്തനായി. വീണ്ടും ക്വധനാനി ക്വമിത്രാണി ക്വമേ വിഷയദസ്യവഃ ക്വശാസ്ത്രം ക്വച വിജ്ഞാനം യദാ മേ ഗളിതാ സ്പൃഹാം ക്വധനാനി ക്വമിത്രാണി ക്വമേ വിഷയദസ്യവഃ ക്വശാസ്ത്രം ക്വച വിജ്ഞാനം യദാ മേ ഗളിതാ സ്പൃഹാം യദാ മേ സ്പൃഹാ ഗളിത തദാ മേ ക്വധനാനി ക്വമിത്രാണി ക്വവിഷയദസ്യവ ക്വശാസ്ത്രം ക്വവിജ്ഞാനം. അതായത് അഷ്ടാവക്രം പറയാണ്, യഥാ എപ്പോൾ, ഏത് സമയത്ത്, മേ സ്പൃഹ ഗളിത എനിക്ക് ആഗ്രഹം ഒഴിഞ്ഞുവോ, എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ വിട്ടുപോയോ, എപ്പോഴാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ വെടിഞ്ഞു പോയത്, എന്നെ വിട്ടുപോയത്? എപ്പോഴാണ്? അല്ല, അപ്പോൾ മേ എനിക്ക് എവിടെ ധനങ്ങൾ, ധനാനി, കോമിത്രാണി എവിടെ മിത്രങ്ങൾ, കോ വിഷയദസ്യവ എവിടെ വിഷയങ്ങളാകുന്ന ദസ്യുക്കൾ, ശത്രുക്കൾ, ദസ്യവ വിഷയങ്ങളാകുന്ന എന്റെ ശത്രുക്കൾ എവിടെ, കോ ശാസ്ത്രം എവിടെയാണ് പിന്നെ ശാസ്ത്രം, കോ വിജ്ഞാനം എവിടെയാണ് പിന്നെ വിജ്ഞാനം. അപ്പം ആഗ്രഹമുണ്ടെങ്കിലേ ധനങ്ങളുള്ളൂ, ആഗ്രഹമുണ്ടെങ്കിലേ കൂട്ടുകാരുള്ളൂ, ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ വിഷയങ്ങളാകുന്ന ശത്രുക്കളുള്ളൂ, ആഗ്രഹമുള്ളവന് മാത്രമേ ശാസ്ത്രമുള്ളൂ, ആഗ്രഹമുള്ളവനെ സംബന്ധിച്ചു മാത്രമേ ജ്ഞാനവുമുള്ളൂ. ശാസ്ത്രം ആത്മവിജ്ഞാനം. കുഴപ്പമില്ല, ആത്മജ്ഞാനവും എവിടെ, വിജ്ഞാനം എന്ന് പറഞ്ഞാലും ആത്മവിജ്ഞാനം എന്ന് പറഞ്ഞാലും വിജ്ഞാനം എന്ന് പറഞ്ഞുവെങ്കിൽ ആത്മവിജ്ഞാനമാണ്. കാരണം സാധാരണ ജ്ഞാനം എന്നല്ല, ആത്മജ്ഞാനം, ആത്മവിജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. കുഴപ്പമില്ല, അതൊക്കെ ആ ഒരു പാഠഭേദം എടുക്കാം. ഉണ്ടുണ്ട്. കാരണം അത് അഷ്ടാവക്രൻ പഠിപ്പിക്കുന്നു, ജനകൻ അത് കേൾക്കുന്നു, ജനകന്റെ അനുഭവം, അത് കേട്ട് കഴിയുമ്പോഴേ വരുന്ന അനുഭവം. ഇത് വെറുതെ കേൾക്കുക അല്ല, അതിനകത്ത് ചടങ്ങൊന്നുമില്ല. സാധാരണ ഏത്
ആത്മരഹസ്യം പഠിക്കാൻ പോകുമ്പോഴും ഒരുപാട് ക്രിയായോഗങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ വേണം കേൾക്കാൻ, കേട്ടാൽ എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസം അത് ചെയ്യണം, എത്ര ദിവസം ചെയ്തിട്ട് എത്രത്തോളം അത് അനുഭവമായി നോക്കി പിന്നീട് എന്ത് ചെയ്യണം, ഇങ്ങനെ പടിപടിയായ പഠനങ്ങളുണ്ട്. അതിലൂടെ പഠിച്ചു വന്നവരാ നിങ്ങൾ. അങ്ങനെ തന്നെ ഒരു ധാരണയും നിങ്ങൾക്കുണ്ട്. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ ചെവിയുണ്ട്. ആ കേട്ട് കഴിയുമ്പോൾ അഷ്ടാവക്രന്റെ വചനങ്ങൾ കേട്ട മാത്രയിൽ ജനകന് വരുന്ന പരിണാമം ജനകൻ പറയുന്ന അചല അധ്യായം അതിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ സ്റ്റേജാണ്. അതായത് ഓരോന്ന് കേൾക്കുമ്പോൾ ആ ശബ്ദം എങ്ങനെ ചെന്ന് ആ വാസനയെ കത്തിക്കുന്നു. ഇപ്പൊ നമ്മള് ഇതിനു മുമ്പുള്ളതിൽ പാവം സുഖം തരുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ പായസം കുടിക്കുന്നവരാണ്, മനസ്സിലായില്ല. നമ്മൾ ഇന്നതരം വസ്ത്രം എടുത്ത് അണിയുന്നവരാണ്, നമ്മൾ ഇന്നതൊക്കെ മേടിച്ചു വെക്കുന്നവരാണ്. അതിനെ ഇന്നുവരെ നമ്മൾ അപഗ്രഹിച്ചിട്ടില്ല, മനസ്സിലായില്ല. എന്നാൽ അത് അനുഭവമുള്ള അഷ്ടാവക്രന്റെ വാക്കുകളിൽ നിന്ന് വരുമ്പോൾ അതിനെവിടെ ഇടയിൽ എവിടെയോ വാസനാശൂന്യനായ ഒരെന്നെ ഞാൻ പരിചയപ്പെടും. നിങ്ങളുടെ ശ്രദ്ധാലുവായ ഒരാൾ അത് കേൾക്കുമ്പോൾ അയാളിലെ വാസനാശൂന്യനായ അവനെ അയാൾ പരിചയപ്പെടും. അതേസമയം പ്രമാദം കൊണ്ട് വാസന നഷ്ടപ്പെട്ട് വിഷയവികാരങ്ങളിലേക്ക് പോയ അവനെയും അവൻ തിരിച്ചറിയും. ഈ സംസ്മരണം തനിച്ചകത്ത് നടക്കുന്നതുകൊണ്ട് ഞാനിരുന്ന് താനങ്ങനെയാണെന്ന് പറയുകയോ താനിരുന്ന് ഞാനങ്ങനെയാണെന്ന് പറയുകയോ ചെയ്യുകയല്ലാതെ നിശബ്ദമായ തലങ്ങളിലേക്ക് അഷ്ടാവക്രന്റെ ശബ്ദം തന്നു വന്നു വീഴുമ്പോൾ താൻ ഏതോ ഒരു അനുഭൂതിയിലേക്ക് ഉയരും. മനസ്സിലായി? അല്ല, സുഖം എന്ന് അതിനെ പറഞ്ഞത് ലൗകികങ്ങളായ സുഷ്ടുവായ ആ പഴയ ഓർമ്മകളിൽ നിന്ന് കിട്ടിയവ. അതായത് എൻ്റെ ഉള്ളിലെ ആകാശത്തെ സുഷ്ടുവാക്കിയത്. ശാന്തി എന്ന് പറയുമ്പോൾ ആ സുഖം എന്ന് പറയുന്നത് ഉള്ളിലാണ്. ശാന്തി എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ചുറ്റുപാടുകളും ശാന്തമാണ്. അവിടേക്ക് പോലും എൻ്റെ കണ്ണില്ല. മനസ്സിലായി? ആ വ്യത്യാസാധ്യായങ്ങൾക്കുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി അവരിട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അധ്യായത്തിന് ഹെഡിങ് കൊടുത്തൊന്നും അഷ്ടാവക്രനായിരിക്കണം എന്നില്ല. അതൊക്കെ മഹാഭാരത കർത്താവായിരിക്കും. അതൊക്കെ പിന്നീടുള്ള പഠനത്തിൽ സബ് ഹെഡിങ് ഒക്കെ. ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നു, ഈ ക്ലാസ് നിങ്ങൾ ഇതേ പിടിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ ഇത് ഇന്ന പോലെ ഹെഡിങ്ങിലാക്കിയാൽ നല്ലതാണെന്ന് വിചാരിച്ച് നിങ്ങൾ പാരഗ്രാഫൊക്കെ തിരിച്ച് ഹെഡിങ് കൊടുക്കും. പ്രസംഗത്തിനിടയിൽ ഇതാ പിടിച്ചെന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ടാണോ പഠിക്കുന്നത്? ഇല്ല. എന്ന് പറഞ്ഞ പോലെ എഴുതിയ ആൾ കൊടുത്തതാവും. അത്രേ അതിന് പ്രസക്തി ഉണ്ടാവും. ക്വ ധനാനി ക്വ മിത്രാണി ക്വമേ വിഷയദസ്യവ ക്വ ശാസ്ത്രം ക്വച വിജ്ഞാനം യഥാമേ ഗളിതാ സ്പൃഹ. അവിടെ യഥാ എപ്പോൾ എനിക്ക് സ്പൃഹ ആഗ്രഹം ഒഴിഞ്ഞുവോ, എൻ്റെ ആഗ്രഹമൊക്കെ തീർന്നു, ഒന്നിലും ആഗ്രഹമില്ലാതായി. ആഗ്രഹം ഒഴിഞ്ഞാൽ അതാ അപ്പോൾ എനിക്ക് എവിടെ ധനം? ആഗ്രഹത്തിനാണ് ധനം. എനിക്ക് ആഗ്രഹം തോന്നി ഒരു വലിയ കോഴ്സിന് പഠിക്കണം, ധനം വേണം. ആ പഠിക്കാൻ ആഗ്രഹമില്ലാത്തൊരുത്തിന് ധനം ആവശ്യമില്ല. എനിക്ക് വീട് വയ്ക്കണം, ധനം വേണം. എനിക്ക് അത് വാങ്ങണം, ധനം വേണം. ആഗ്രഹത്തിനേ ധനം വേണ്ടു, ആഗ്രഹത്തിനല്ലാതെ ധനം വേണ്ട. അപ്പൊ ആഗ്രഹം ഇല്ലാത്തവന് എന്തിന് ധനം? എവിടെ കൂട്ടുകാർ? ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ ആരോട് കൂട്ടുകൂടാൻ? ഇപ്പോൾ അവൻ അതിന് പ്രയോജനപ്പെടും, നാളെ അവൻ മറ്റതിന് പ്രയോജനപ്പെടും.
എന്നൊക്കെ ഓർത്ത് വർത്തമാനം പറയുമ്പോൾ സൂക്ഷിക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും ഒക്കെ പോകേണ്ടത്, കൂട്ടുകാരെ നിലനിർത്തേണ്ടതും ഒക്കെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിലാണ്. ആഗ്രഹമില്ലാത്തവന് കൂട്ടുകാർ വേണ്ട. കോ വിഷയദസ്യവഹ, എവിടെയാണ് വിഷയങ്ങളാകുന്ന ശത്രുക്കൾ? ഈ വിഷയലോകം ഒന്നും അവന് വേണ്ടി വരില്ല. കോ ശാസ്ത്രം, അവന് ശാസ്ത്രവും പ്രയോജനമില്ല, കാരണം ആഗ്രഹമില്ല. കോ വിജ്ഞാനം, എവിടെയാണ് ജ്ഞാനവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശ ഒഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സമ്പത്തെവിടെ, മിത്രങ്ങളെവിടെ, വിഷയങ്ങളാകുന്ന ശത്രുക്കളെവിടെ, ശാസ്ത്രമെവിടെ, ജ്ഞാനാജ്ഞാനമെവിടെ? ഇതൊന്നുമില്ല. അപ്പൊ നാനാതരത്തിലുള്ള അറിവുകളും ശാസ്ത്രങ്ങളും ശത്രുക്കളും മിത്രങ്ങളും സമ്പത്തും എല്ലാം ആഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ. ആഗ്രഹമറ്റവന് ഇവയൊന്നുമില്ല, ശാന്തനാണ്. ആഗ്രഹമറ്റാൽ ശാന്തനായി. അഷ്ടാവക്രൻ പറഞ്ഞു കൊടുക്കുന്നത് ആശ നിന്റെ പോയാൽ പരിപൂർണ ശാന്തിയായി. അല്ല, ഇത് ജനകൻ, സോറി, എനിക്ക് കിട്ടിയിരിക്കുന്നു, ഇനി എനിക്ക് എന്ത് ഇതുവരെയാണ് ഞാൻ ശാന്തനായിരിക്കുന്നു എന്ന അനുഭവം പറയണം. മറ്റേ നേരത്തെ പറഞ്ഞു കൊടുത്തതിന് 3 സമയം എന്തായി? 11:30 തീർക്കാം, കുഴപ്പമില്ല. സുഖമായിട്ട് തീർക്കാൻ മാത്രമല്ല അടുത്തത് തുടങ്ങുകയും ചെയ്യാം. അതിനുള്ള നേരമുണ്ട്. ഇത് തുടങ്ങി വെച്ച് അടുത്തത് തീരെയല്ല. ഏതാ? വിജ്ഞാതേ സാക്ഷി പുരുഷേ പരമാത്മനി ചേശ്വരേ നൈരാശ്യേ ബന്ധമോക്ഷേജാം ന ചിന്താമുക്തയേ മമാം. വിജ്ഞാതേ സാക്ഷി പുരുഷേ പരമാത്മനി ചേശ്വരേ നൈരാശ്യേ ബന്ധമോക്ഷേജ ന ചിന്താമുക്തയേ മമാം. സാക്ഷി പുരുഷേ ഈശ്വരേ പരമാത്മനി വിജ്ഞാതേ സതി ബന്ധമോക്ഷേച നൈരാശ്യേ സതി മുക്തയേ മമ ചിന്ത ന അസ്തി. മമ ചിന്ത ന അസ്തി, എനിക്ക് ചിന്തയേ ഇല്ല. ഏതിൽ? സാക്ഷി പുരുഷേ, സാക്ഷി പുരുഷൻ, ഈശ്വരേ, ഈശ്വരനായ പരമാത്മനി, പരമാത്മാവ്, വിജ്ഞാതേ സതി എന്നറിഞ്ഞപ്പോൾ ബന്ധമോക്ഷേച, ബന്ധത്തിലും മോക്ഷത്തിലും, നൈരാശ്യേ സതി ആശയറ്റപ്പോൾ മുക്തയെ, മുക്തിക്കായി, മമ എനിക്ക് ചിന്താനാസ്തി, ചിന്തയില്ല. ഞാനിന്ന് പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥകാമങ്ങൾ മാത്രമല്ല മോക്ഷത്തെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല. അത്ര മുക്തനാണ്. ഇനി വേറിട്ട് ചിന്തിക്കണ്ട, ആ അവസ്ഥയിലാണെന്ന് പറയാണ് ജനകൻ. സാക്ഷി പുരുഷൻ ഈശ്വരനായ പരമാത്മാവാണ് എന്ന് ഞാൻ അറിഞ്ഞു. നേരത്തെ അഷ്ടാവക്രം പറഞ്ഞതാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ആ സാക്ഷിയെ ഉണർത്തി നിർത്തിയിട്ട് ഭർത്താവായിട്ട് ഭാര്യയോട് സംസാരിക്കുന്നതിന് പകരം ഭാര്യയിൽ ഭാര്യയുള്ളപ്പോൾ ഭാര്യയായിട്ട് സംസാരിക്കുക, ഭാര്യയിൽ ഭർത്താവ് വരുമ്പോൾ ഭർത്താവായിട്ട് സംസാരിക്കുക. മനസ്സിലായില്ല? സമന്മാർ തമ്മിൽ മാത്രമേ ഇടപാടുള്ളൂ.
സമന്മാർ തമ്മിലേ പൂജ്യപൂജാ വിധാനമുള്ളൂ, അല്ലാതില്ല. പൂജകളിലും അത് നിയമമാണ്. ക്ഷേത്രത്തിലൊക്കെ പൂജിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. മനുഷ്യൻ പൂജിച്ചാൽ ഈശ്വരൻ കേൾക്കില്ല. സമന്മാർ തമ്മിലേ പൂജയുള്ളൂ. അവിടെ അദ്വൈതമാണ്, ദ്വൈതമില്ല. പണ്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് നിങ്ങൾ പോയി തൊഴാനൊക്കെ തുടങ്ങിയത്. പണ്ട് അവനവൻ കയറി പൂജിക്കാമെങ്കിൽ പൂജിച്ചോളുക. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെയാണ്, അവിടെ മാറിയിട്ടില്ല. ഇവിടെ ഈ ഇത് തുറന്നു കൊടുത്ത് ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചു എന്ന് സമറ്റിക് രീതിയിലായപ്പോഴാണ് ഇതൊക്കെ വന്നത്. സമറ്റിക് രീതിയിൽ അത് കുറച്ചുകൂടി ഇനിയിപ്പോൾ ആവും, കുറച്ചുകൂടെ സമറ്റിക് ആകാൻ പോവുകയാണ്, കുറച്ചുകൂടെ ഭംഗിയാവും. മറ്റത് അങ്ങനെയല്ല, സമന്മാർ തമ്മിൽ മാത്രമേ പൂജയുള്ളൂ. ഇതിന് വിധികളുണ്ട്. അതിനാദ്യം ആ ദേവതയ്ക്ക് സമനാകണം. ആ ദേവതയ്ക്ക് സമനാകാൻ ആദ്യം പീഠം പൂജിച്ച് അതിലിരുന്ന് മന്ത്രശരീരം കൈക്കൊള്ളണം. ഈ ശരീരം കളയണം, എന്നിട്ടേ പൂജിക്കാൻ തുടങ്ങാൻ പറ്റൂ. അതാ പൂജ ചെയ്യുന്നവൻ ചെയ്യുന്നത്. ആദ്യം അവൻ മന്ത്രശരീരം ഉൾക്കൊള്ളും. ഓം അസ്ത്രായ ഹും ഫട്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഈ ശരീരത്തെ ദഹിപ്പിച്ച് കളഞ്ഞ് മന്ത്രശരീരത്തെ ഉൾക്കൊണ്ടിട്ടാണ് പൂജ തുടങ്ങുന്നത്. അല്ലാതെ പൂജയില്ല, പൂജാവിധാനവുമില്ല. അപ്പോൾ അവൻ ദേവശരീരിയായി ഉയരണം ഭാവനയിൽ. അപ്പോൾ അവിടെ പറയുന്ന പോലെ ഈ സാക്ഷി പുരുഷൻ സമമാകണം. അപ്പോഴാ ഒരുപോലെ മനസ്സിലാകുന്നത്. അങ്ങോട്ട് മാനസികമായി ഉയർന്നു നിൽക്കണം. അച്ഛൻ വർത്തമാനം പറയുമ്പോഴും അമ്മ വർത്തമാനം പറയുമ്പോഴും അധ്യാപകൻ പറയുമ്പോഴും ഒക്കെ ചിലർ ആ തലങ്ങളിലേക്ക് ഉയർന്നു നിൽക്കും. അപ്പോൾ അവരതായിത്തീരും. നിൽക്കുന്ന തലത്തിൽ നിന്ന് ഉയരാൻ തയ്യാറായില്ലെങ്കിൽ മനസ്സിലാകാതെ വരും. പരസ്പരം മനസ്സിലാകാതെ വരുമ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെയാണ് ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സമന്മാരാ. നിങ്ങൾ വഴി വെച്ച് കണ്ടു, നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ അവർ വന്നു, അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചു, കൂട്ടത്തിൽ വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനം പറയുന്നതിനിടയിൽ വീട്ടുകാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സമമാണ്, രണ്ടുപേരും സമന്മാരായി. അപ്പോൾ ബഹുമാനം ആദരവൊക്കെ ഉണ്ടായി. സമമായപ്പോൾ താല്പര്യം കൂടി ഇടയ്ക്കിടയ്ക്ക് പരസ്പരം കാണണമെന്ന് തോന്നി. അപ്പോൾ സാധനമൊന്നും മേടിക്കാനില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. പാവയ്ക്കാന്നോ വെണ്ടയ്ക്കാന്നോ ഒക്കെ പറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ 4 കൂട്ടം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്തതിന് വേണ്ടി വന്നു. അങ്ങനെ പരിചയപ്പെടാനുള്ള തൃഷ്ണ തോന്നി. കാരണം സമന്മാരായതുകൊണ്ട്. അത് നിങ്ങൾ തമ്മിലുള്ള ചേർച്ചയിൽ കലാശിച്ചു. വീട്ടിലെത്തി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സമന്മാരല്ലാതായി. അപ്പോഴാ പടക്കത്തിന് തീ കത്തിച്ച പോലെ ആകുന്നത്. മനസ്സിലായില്ല. സമന്മാർ തമ്മിലേ പൂജയുള്ളൂ. അപ്പോൾ സമന്മാരായിരിക്കുക, അതിന് സാക്ഷിയെ ഉണർത്തി നിർത്തുക. ഞാൻ എൻ്റെ സാക്ഷിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അത് പരമാത്മാവാണെന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു, അതാണ് സകലതിലുമെന്നിരിക്കുന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. സാക്ഷി പുരുഷനായ
സാക്ഷി പുരുഷൻ ഈശ്വരനായ പരമാത്മാവാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ബന്ധത്തിലും മോക്ഷത്തിലും എനിക്ക് ആശയറ്റു. മുക്തിക്കായി എനിക്ക് ചിന്ത പോലും ഇല്ലാതായി. കാരണം ഈ സാക്ഷി പുരുഷൻ മുക്തനായി ഉണർന്നപ്പോൾ എന്റെ ആശകളേതുമറ്റു. ഞാൻ ആ സാക്ഷിയാണ് എന്ന് ബോധിച്ചു. അപ്പൊ സാക്ഷി പുരുഷൻ ഈശ്വരനായ പരമാത്മാവ് എന്നറിഞ്ഞപ്പോൾ ബന്ധത്തിലും മോക്ഷത്തിലും ആശയറ്റപ്പോൾ ബന്ധമോക്ഷേജ നൈരാശ്യേ സതി, ബന്ധത്തിലും മോക്ഷത്തിലുമുള്ള എന്റെ ആഗ്രഹം പോയി. ഇനി എനിക്ക് ബന്ധവും വേണ്ട, മോക്ഷവും വേണ്ട. കാരണം മോക്ഷം എവിടുന്നെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കുന്ന സാധനമല്ല. ഇതാ 1.5 കുപ്പി മോക്ഷമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുവന്നാൽ മോക്ഷത്തിന്റെ വ്യവസായികൾ എനിക്ക് ആവശ്യമുള്ളവരല്ല. മോക്ഷ വ്യവസായികളുടെ കാലമാണെന്ന് തോന്നുന്നു അല്ലേ? മോക്ഷം മിഠായിലും ഹോൾസെയിലും കിട്ടാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാക്കറ്റിലും ഉണ്ടെന്ന്, മോക്ഷം പാക്കറ്റിലും വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല മോക്ഷത്തിനിപ്പോൾ പേറ്റന്റും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ISO സ്റ്റാൻഡേർഡ് മോക്ഷം. അപ്പൊ ISO സ്റ്റാൻഡേർഡ് മോക്ഷം വരെ മോക്ഷം ഉണ്ടായിരിക്കുന്ന കാലമാണ്. ഈ മോക്ഷത്തിൽ എനിക്ക് താല്പര്യമേ ഇല്ലാതായിരിക്കുന്നു. കാരണം ഞാൻ ഒന്നറിഞ്ഞിരിക്കുന്നു, ഞാൻ സാക്ഷിയാണ്, അത് പരമാത്മാവായ പരമേശ്വരനാണ്. ഇനി എനിക്ക് എന്ത് മോക്ഷം, എന്ത് ബന്ധം? ബന്ധമോക്ഷങ്ങളുടെ ആശ എന്നിൽ അറ്റുപോയിരിക്കുന്നു. അതിൻ്റെ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാനിത് മേടിക്കാൻ ക്യൂവിലില്ല. അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോയി നിൽക്കും. മനസ്സിലായില്ല? ബന്ധത്തിനും എനിക്ക് ആഗ്രഹമില്ല, മോക്ഷത്തിനും എനിക്ക് ആഗ്രഹമില്ല. വന്നില്ലേ, വരുന്നില്ലേ, വരുവിൻ, ആസ്വദിക്കുവിൻ, മോക്ഷം വാങ്ങുവിൻ എന്ന് നിർമ്മലാനന്ദഗിരി പറഞ്ഞാൽ എൻ്റെ പൊന്നു സ്വാമികളെ നമുക്ക് വേണ്ട, നിങ്ങൾ വിറ്റു. ചില വില്ലന്മാരുണ്ട്. ഏത് ചടങ്ങ്? ഈ ചോദ്യം മനസ്സിലായില്ല. എന്റെ പ്രശ്നം എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. ഏതാ? പരമാത്മാവിൽ നിന്ന് വേറെയല്ല എന്നുള്ള ഒന്നിനെ വേറെയാണെന്ന് തോന്നിപ്പിച്ചതാണ് ഐക്യത്തിന്റെ കുറവ്. പോർട്ടലല്ല, ഞാൻ പരമാത്മാവാണെന്നിരിക്കെ അല്ലെന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അത് വ്യക്തമായി പറഞ്ഞു. ഞാൻ പരമാത്മാവാണ്, പ്രമാദം കൊണ്ടുള്ള വാസനയാണ് എന്നെ അല്ലാന്ന് തോന്നിപ്പിക്കുന്നത്. ഞാൻ സദാ സർവദാ ചിത്തത്തില് വാസനാശൂന്യനാണ്. വാസനാശൂന്യനായ ഞാൻ, അതായത് വാസനകളൊന്നുമില്ലാത്ത ഞാൻ, അങ്ങനെ ഇരിക്കുന്ന എന്നിൽ ശാസ്ത്രങ്ങൾ, മതങ്ങൾ, സംഘങ്ങൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അഭിപ്രായങ്ങൾ, ഭാവങ്ങൾ, വിഷയങ്ങൾ, ഇങ്ങനെ എണ്ണമറ്റ പരമ്പരകൾ വാസനകളെ പെരുപ്പിച്ചുണ്ടാക്കി വാസന അറ്റവനായ എൻ്റെ നിലയെ എന്നെ ബോധ്യപ്പെടുത്താതിരുന്നത് ഞാനിപ്പോൾ മനസ്സിലാക്കിയപ്പോൾ, വാസനയറ്റ ആ നില തുടരുമ്പോൾ സാക്ഷിയാണ് ഞാനെന്നും അത് പരമാത്മാവാണെന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് മോക്ഷമില്ല വേറിട്ട്. ഇതാണ് ശ്രാവകൻ പറയുന്നത്. അപ്പം അതിന് പകരം ഞാൻ ബന്ധത്തിലാണ് എന്നുണ്ടെങ്കിൽ പണിയെടുത്തേ പറ്റും. ബന്ധമെന്നൊന്നില്ല. ഇല്ലാത്ത ബന്ധത്തിന് എങ്ങനെ അറുതി വരുത്തും? ഇല്ലാത്ത ബന്ധത്തെ എങ്ങനെ, ഏത് ക്രിയ കൊണ്ട് കളയും? ബന്ധമില്ലാത്തതാണ്, മോക്ഷവും ഇല്ലാത്തതാണ്.
മായാവൃതമെന്ന് പറഞ്ഞാലും ഇല്ലാത്തതാണ്. അതിൽ ഈ മായ എന്നുള്ള പദം വെച്ചിട്ടാണ് പിന്നെ ഇതിന് പേറ്റന്റൊക്കെ വരുന്നത്. അപ്പൊ ഞാനതുമൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇല്ലാത്തതെന്നല്ലേ സ്വാമി പറഞ്ഞത്. ഇല്ലാത്തതിന് ഞാനെന്തിനാ പണിയെടുക്കുന്നത് എന്ന് ചോദിക്കാൻ തൻ്റെ ഇടം വരാത്തത് കൊണ്ടാണ് ഞാൻ ഈ സാധനം വിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു വിദ്വാനുണ്ട്. പുള്ളി മോക്ഷം തകിടയിലാണ് പറ്റുന്നത്. ഇത് കെട്ടിയാൽ നിങ്ങളുടെ സകല ദുഃഖവും ഇതിന്റെ എന്താ പറയാ ഓവർ ബ്രിഡ്ജിന്റെ ഇപ്പുറത്ത് വയൽ നികത്തി പുരയിടം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാകാം. റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് ഇടയ്ക്കൂടെ പോയാൽ ഇവിടെ മൊയ്തു എന്ന് പറയുന്ന ഒരു പാമ്പ് കളിക്കാരൻ ഇതിന്റെ ഹോൾസെയിലറായിരുന്നു. മൊയ്തു എന്നാണ് അവന്റെ പേര്. ഈ പാമ്പുകളുള്ള പടങ്ങൾക്കൊക്കെ പാമ്പിനെ കൊടുത്തിട്ടുള്ളത് ഈ മൊയ്തുവാണ്. സിനിമയ്ക്കൊക്കെ വളരെ മിടുക്കനാണ്. പാമ്പ് കളിയിൽ അസാധ്യ വിദഗ്ധനാണ്. ഇവൻ 2-3 പെട്ടി പാമ്പുമായിട്ട് അവിടെ ഉണ്ടാവും ആ ഓവർ ബ്രിഡ്ജിന്റെ അവിടെ. പണ്ട് ആ പഴയ ഓവർ ബ്രിഡ്ജ് പോയി ഇങ്ങനെ കയറി ഇറങ്ങുന്ന കിഴക്കേക്കോട്ടയിലേക്ക് പോകാൻ റെയിൽവേ ലൈനിന് ക്രോസ് ആയിട്ടൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയാം. ഇപ്പം ഇല്ല, ഇപ്പം അതൊക്കെ എടുത്തു കളഞ്ഞു. നടന്നു പോകുന്ന നേരെ പഴയ സ്വാമിയുടെ കൊട്ടക വഴി അങ്ങോട്ട് പോവാം. സ്വാമിയുടെ കൊട്ടകയല്ല ഇപ്പം. പണ്ട് സ്വാമിയുടെ കൊട്ടകയാണ് ഇപ്പുറത്തും അപ്പുറത്തും. ഇപ്പുറത്തുള്ള കൊട്ടകയൊക്കെ സ്വാമിയുടെ ആയിരുന്നു. നേരെ അപ്പുറത്തുള്ള കൊട്ടകയും സ്വാമിയുടെ ആയിരുന്നു. ഇപ്പം കോഴഞ്ചേരിക്കാരുടെയാണെന്ന് തോന്നുന്നു. മുത്തൂറ്റുകാരുടെയാണ്. അത് അപ്പോ നേരെ അപ്പുറത്തേക്ക് കയറും. നേരെ അങ്ങോട്ട് കയറും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മൊയ്തു പാമ്പും ഒക്കെ ആയിട്ടുണ്ടാവും. വിഷക്കല്ലുണ്ടാവും, പാമ്പുണ്ടാവും, പിന്നെ ഒരു തകിടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സകല ഐശ്വര്യം വേണം, നിങ്ങൾക്ക് സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം വേണം, തകിട് കിട്ടിയാൽ നിങ്ങളുടെ സകല പ്രശ്നവും ആഗ്രഹങ്ങളും എല്ലാം